എല്ലാവർക്കും ടീം ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തുടക്കക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവേശിക്കുന്നത് തുടക്കക്കാർക്ക് ആവേശകരമായിട്ടുള്ളൊരു കാര്യമാണ്. പരസ്യങ്ങളിലൂടെയും റീൽസുകളിലൂടെയും കാണുന്ന പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് മാർക്കറ്റിൽ വരികയും വേണ്ടത്ര പഠനമോ അന്വേഷണങ്ങളോ ഇല്ലാതെ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭൂരിപക്ഷം തുകയും നഷ്ടപ്പെടുത്തുന്നവരാണ് നമ്മളിലധികവും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാവാൻ സാധ്യതയില്ല. പക്വതയോടെയും ആവശ്യമായ അറിവോടെയും ഇന്ത്യൻ വിപണിയിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ചെറിയ ഉപദേശങ്ങൾ ഞങ്ങളിവിടെ കൊടുക്കാം. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് സ്വയം പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ആദ്യം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അതിലെ ഇടപാടുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്നും മനസ്സിലാക്കണം. അതിനായി ധാരാളം സ്രോതസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഓൺലൈൻ സംരംഭങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഡിവിഡൻഡുകൾ, മാർക്കറ്റ് സൂചികകൾ, ഉദാഹരണത്തിന് നിഫ്റ്റി, സെൻസെക്സ് തുടങ്ങിയ പ്രധാന ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ധാരാളം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതും നല്ലൊരു പഠനത്തിന് ആവശ്യമായ ഒരു ഉപാധിയാണ്. ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ, അതുപോലെ തന്നെ എ റാൻഡം വാക്ക് ഡൗൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകവും സ്റ്റോക്ക് മാർക്കറ്റിലെ തുടക്കക്കാർക്ക് യോജിച്ച പുസ്തകങ്ങളാണ്. സ്വയം പഠിക്കുക എന്നുള്ളതിൽ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കുന്ന സ്രോതസ്സുകൾ വിശ്വസനീയമാണോ എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോമുകൾ വിശ്വസനീയമായാൽ മാത്രമേ നമ്മൾ നേടുന്ന അറിവുകളും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. രണ്ടാമതായിട്ട് ചെറുതായി ആരംഭിച്ച് ക്ഷമയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള മൂലധനം മുഴുവനായി നിക്ഷേപിക്കാതെ അതിൻ്റെ 10% മാത്രം സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് തുടങ്ങുന്നതാണ് കൂടുതൽ നഷ്ടമില്ലാതെ പഠിക്കാനുള്ള ഒരു മാർഗം. അതായത് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് താങ്ങാനാകുന്ന പണം മാത്രം നിക്ഷേപിക്കുക. ദൈനംദിന ചിലവുകൾക്കോ അടിയന്തര സാഹചര്യങ്ങൾക്കോ ആവശ്യമില്ലാത്ത പണം മാത്രം ഉപയോഗിക്കുക. പെട്ടെന്ന് സമ്പാദിക്കാനുള്ള മനോഭാവം ഒഴിവാക്കുക എന്നുള്ളതും സ്റ്റോക്ക് മാർക്കറ്റിൽ ക്ഷമയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. പെട്ടെന്നുള്ള ലാഭത്തിന് പകരം ദീർഘകാല വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമതായിട്ട് വരുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യമാർന്നതാക്കുക എന്നതാണ്. നമ്മൾ നിക്ഷേപിക്കുന്ന കമ്പനികളുടെയും നിക്ഷേപിച്ച തുകയുടെയും വളർച്ചയും നഷ്ടവും കാണിക്കുന്ന ബ്രോക്കർ തരുന്ന ഒരു ഓപ്ഷനാണ് പോർട്ട്ഫോളിയോ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നമ്മുടെ നിക്ഷേപങ്ങൾ കാണിക്കുന്നത് വൈവിധ്യമാക്കുക എന്നുള്ളതാണ്. അതായത് എന്നും ഒരു കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ പതിവായി പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ കമ്പനികളിൽ, വ്യത്യസ്തമായ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളിൽ, വ്യത്യസ്തമായ സെക്ടറുകൾ, വ്യത്യസ്തമായ ഇൻഡസ്ട്രീസുകൾ പരീക്ഷിക്കാവുന്നതാണ് നമുക്ക്. ഇനി നിങ്ങൾ ETF കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇൻഡെക്സ് ഫണ്ടുകളാണിവ. തുടക്കക്കാർക്ക് നിക്ഷേപിക്കാനും ETF ഫണ്ടുകൾ വളരെ മികച്ചതാണ്. നാലാമതായിട്ട് വരുന്നത് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഉയർന്ന റിസ്ക്, ഉയർന്ന റിട്ടേൺ നിക്ഷേപങ്ങളോടാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ സ്ഥിരതയുള്ള റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡോ കമ്പനികളോ ആണോ നിങ്ങൾക്ക് താല്പര്യം? അത് മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്ക് ഇറങ്ങുന്ന നിങ്ങളുടെ പ്രായം വളരെ പ്രധാനമാണ്. ഒരു 16 വയസ്സിനപ്പുറം പോവില്ല, ഏറിയ ഒരു 18, ഒരു 20, മുട്ടിപ്പോയ ഒരു 24, 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. ഇളയ നിക്ഷേപകർക്ക് സാധാരണയായി കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയും. പ്രായമായവർക്ക് മൂലധന സംരക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് പുതുതായി മാർക്കറ്റിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വാങ്ങിവെച്ച സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ പരിഭ്രാന്തിയിൽ വിൽക്കരുത്. അതാണ്. അതായത് മാർക്കറ്റിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ സാധാരണമാണ്. ഭയത്തോടെ ഡൗൺ ട്രെൻഡിൽ വിൽക്കാതിരിക്കുക. ചിലപ്പോഴൊക്കെ മാർക്കറ്റ് ചെറിയ തരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ കാണിക്കും. അപ്പോൾ നമ്മൾ പരിഭ്രാന്തരായിട്ട് വിൽക്കാതിരിക്കുക. ആറാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ഗവേഷണം നടത്തുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നിങ്ങൾ നിക്ഷേപിക്കുന്ന കമ്പനികൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു കമ്പനിയുടെ ധനകാര്യ, ആരോഗ്യ, വളർച്ചാ സാധ്യതകൾ പരിശോധിക്കൽ നിർബന്ധമാണ്. അതിനെ പൊതുവായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നു.
ഇവ പരിശോധിച്ച് മാത്രമേ നിക്ഷേപം നടത്താൻ പാടുള്ളൂ. പുറമേ കാണുന്ന ചാർട്ടുകൾക്കപ്പുറം ഒരു കമ്പനി അതിൻ്റെ ദീർഘകാലമായിട്ടുള്ള നിക്ഷേപ പാരമ്പര്യത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് മറ്റുള്ള വില കുറഞ്ഞ സ്രോതസ്സുകളിൽ നിന്നും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരിൽ നിന്നുള്ള സ്റ്റോക്ക് ടിപ്പുകൾ അന്തരമായിട്ട് പിന്തുടരരുത്. നമ്മൾ സ്വയം വിലയിരുത്തിയതിനു ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഏഴാമതായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറുകളെക്കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യയിൽ ധാരാളം ബ്രോക്കർ കമ്പനികൾ ലഭ്യമാണ്. അതിൻ്റെ ബ്രോക്കറേജ് കമ്മീഷനുകൾ, ഫണ്ട് മാനേജ്മെൻറ്റ് ഫീസുകൾ എന്നിവ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ബ്രോക്കറേജ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കാലക്രമേണ നിങ്ങളുടെ റിട്ടേണിൽ നിന്ന് പണം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷം കുറഞ്ഞ ബ്രോക്കറുകളോ അതല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള നിലവാരം പുലർത്തുന്ന ബ്രോക്കറുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എട്ടാമതായിട്ട് ഇൻവെസ്റ്റർക്ക് ദീർഘകാല പ്രതീക്ഷകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എത്ര മുമ്പേ ആരംഭിക്കുന്നുവോ അത്രയും സമയം നിങ്ങളുടെ പണത്തിന് വളരാനാകും. അതുപോലെ തന്നെ ദിനേനയുള്ള മാർക്കറ്റിൻ്റെ ചലനങ്ങളെ അവഗണിച്ച് ദീർഘകാലത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതി അതിനെ നിലനിർത്താനും സാധിക്കുന്നതാണ്. ഒൻപതാമതായിട്ട് വരുന്നത് ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പ്ലാൻ എന്താണോ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നിക്ഷേപം നടത്തുക. ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിക്ഷേപം നടത്താതിരിക്കുക. പത്താമതായിട്ട് തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ട്രേഡിൽ നഷ്ടം പറ്റിയാൽ അതിൽ നിന്ന് എങ്ങനെ നഷ്ടം പറ്റി എന്നുള്ള വിശകലനം നടത്തുക. എന്താണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ നിക്ഷേപങ്ങൾ പതിവായിട്ട് അവലോകനം ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ അനുഭവങ്ങൾ ഉപയോഗിച്ച് അത് നഷ്ടം പറ്റിയതാണെങ്കിലും ലാഭം കിട്ടിയതാണെങ്കിലും അതിലൂടെ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു തന്ത്രം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു നിക്ഷേപ സംരംഭത്തിലേക്ക് വരുന്ന തുടക്കക്കാരൻ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും ഒരു ധനകാര്യ ഉപദേശകനെ സമീപിച്ച് ഒരു വ്യക്തിഗത പ്ലാൻ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഒരു യാത്രയാണ്. അറിവോടെ നമ്മളതിൽ നിലകൊള്ളുക, പഠനം തുടരുക. പല സാഹചര്യങ്ങളും നമ്മളെ പിന്നോട്ടടുപ്പിക്കും. പക്ഷേ നിങ്ങൾ നിരുത്സാഹപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. കാലക്രമേണ ക്ഷമയോടെ നിങ്ങൾക്ക് സമ്പത്ത് സൃഷ്ടിക്കാനും നിങ്ങളുടെ ധനകാര്യ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉപകാരപ്പെടുന്നതാകട്ടെ എന്ന് പ്രതീക്ഷയോടെ.